നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്ക് ആരെങ്കിലും വെറുതെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ദാനമായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് തന്നാലും ഒന്നും തന്നെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. പലരും നമുക്കൊരു സാധനം തരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെയാണ് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ? പക്ഷെ ചില വസ്തുക്കൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജവും ദുഃഖവും പ്രശ്നങ്ങളും കൂടെ വഹിച്ചു കൊണ്ടുവരാനുള്ള സ്വഭാവമുണ്ടെന്നാണ് വിശ്വാസം പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ വീട്ടിൽ വന്നു ചേരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ചിലർക്ക് തൊഴിൽ നഷ്ടം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ തുടങ്ങിയ അനിഷ്ടകാര്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് പുതിയത് വാങ്ങിയതല്ലാതെ മറ്റൊരാളിൽ നിന്ന് ലഭിച്ച പഴയ വസ്തുക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പഴയ വസ്തുക്കൾ എന്ന് മാത്രമല്ല, ചില വസ്തുക്കൾ പുതിയതായാലും മറ്റൊരാൾ സമ്മാനമായിട്ട് നൽകിയതോ അല്ലെങ്കിൽ മറ്റൊരാൾ ദാനമായിട്ട് നൽകിയതോ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആ വസ്തു തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയേറെ ദോഷം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില വസ്തുക്കൾ, അങ്ങനെയുള്ള 10 വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഗിഫ്റ്റായിട്ട് തന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നി മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ആയിട്ടുള്ള ചില വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ വച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ 10 വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ജീവിതവും ലഭിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങളും ഒന്ന് ഓർത്തു നോക്കിക്കോളൂ. ഗുണകരമായ മാറ്റങ്ങളാണെങ്കിൽ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. പക്ഷെ പലർക്കും അതിനുശേഷം ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൂടിയതായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 10 വസ്തുക്കൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന കാര്യം ജൂനിയർ മാൻഡ്രാക്കിൻ്റെ സിനിമയായിരിക്കും, അല്ലേ? ആ മൂവിയിലുള്ളതുപോലെ ആ ഒരു വസ്തു വെച്ചതിന് ശേഷം ആ ഒരു വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെ കൊണ്ടു കളയാനായിട്ട് ശ്രമിക്കുന്നത്, അതൊക്കെയും നമുക്കും ഒരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്കും ഇതുപോലുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ അതത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എങ്കിലും നമ്മൾ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വസ്തു വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് പലർക്കും അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ദാനമായിട്ടോ സമ്മാനമായോ ലഭിച്ചാൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു എന്താണെന്ന് നോക്കാം. അത് പഴയ കണ്ണാടിയാണ്. പഴയ കണ്ണാടികൾ പല വീടുകളിലും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവർ പറയും, ഇവിടെ ഒരു പഴയ കണ്ണാടിയുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ കൊണ്ടുപോയിക്കോ. നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. പൊട്ടലൊന്നും ഇല്ലാത്ത കാണാൻ ഭംഗിയുള്ള ഒരു കണ്ണാടി ആരെങ്കിലും വെറുതെ തന്നു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടെ തന്നെ ആയിരിക്കും എല്ലാവരും വാങ്ങിക്കുന്നത്. പക്ഷേ വിശ്വാസപ്രകാരം കണ്ണാടികൾക്ക് ഒരു വീടിന്റെ ഊർജം ആഗിരണം ചെയ്യാനുള്ള പ്രത്യേക സ്വഭാവമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനവും അതിലുണ്ടാകും. അതുപോലെ തന്നെ നിരന്തരം വഴക്കുകളും ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള വീടുകളിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജവും കണ്ണാടികളിൽ അടിഞ്ഞുകൂടുമെന്ന് പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ചില വീടുകളിൽ കണ്ണാടികൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് പോലും നെഗറ്റീവ് ശക്തി കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത്. കണ്ണാടി ആ വീട്ടിലെ ഊർജങ്ങളെ വലിച്ചെടുക്കുന്നു എന്നൊരു വിശ്വാസമാണ് അതിന് പിന്നിൽ. അങ്ങനെ ഒരു വീട്ടിലെ എല്ലാ വിഷമങ്ങളും പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണാടിയെ ഇത് പഴയതാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് നൽകുമ്പോൾ ആ നെഗറ്റീവ് സ്വാധീനവും കൂടെ പോകുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരാളുടെ പഴയ കണ്ണാടി വെറുതെ കിട്ടിയാലും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പുതിയ കണ്ണാടി വാങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിശ്വാസപരമായിട്ട് പറയപ്പെടുന്നു. ഇനി രണ്ടാമതായിട്ട് വീട്ടില് ദാനമായോ പഴയതായോ സ്വീകരിക്കരുതാത്ത ഒരു പ്രധാന കാര്യം പഴയ മരവാതിലുകളാണ്. നമ്മുടെ വീടിന്റെ പ്രധാന ഊർജ പ്രവേശന കവാടം എന്ന് പറയുന്നത് വാതിലാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ വീടിനെ വാതില് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം.
എന്നാൽ ചിലർ വിലക്കുറവിനായോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലോ പഴയ വീടുകളിൽ നിന്നും പൊളിച്ചെടുത്ത മരവാതിലുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം വാതിലുകൾ വർഷങ്ങളോളം മറ്റൊരു വീട്ടിൽ ഉപയോഗിച്ചവയായിരിക്കും. ആ വീട് നശിച്ചു പോയതാകാം, അവിടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വീടിന്റെ ഊർജം തന്നെ ക്ഷയിച്ചിരിക്കാം. പിന്നീട് ആ വീടിന്റെ ഭാഗങ്ങൾ പൊളിച്ചു വിൽക്കുമ്പോൾ പഴയ തടി നല്ല ഈടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അത് വാങ്ങിക്കൊണ്ടുവരുന്നു. പക്ഷെ പുറത്തു കാണാൻ ഉറപ്പുള്ളതുപോലെ തോന്നിയാലും അതിനുള്ളിൽ ജീർണതയും പഴക്കവും കേടുപാടുകളും ഒളിഞ്ഞിരിക്കാം. അതിലും പ്രധാനമായി ആ വാതിൽ പഴയ വീടിന്റെ ഊർജം വഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പുതിയ വീട് പണിതിട്ട് അതിൽ പഴയ വാതിൽ സ്ഥാപിക്കുന്നത് വിശ്വാസപരമായി നല്ലതല്ലെന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രധാന വാതിൽ ഒരിക്കലും പഴയതോ മറ്റൊരാളുടെ വീട്ടിലുണ്ടായിരുന്നതോ ഉപയോഗിക്കരുത്. കാരണം പ്രധാന വാതിൽ വഴി തന്നെയാണ് വീട്ടിലേക്ക് ഊർജം പ്രവേശിക്കുന്നത്. അവിടെ പഴയതും ക്ഷയിച്ചതുമായിട്ടുള്ള വാതിൽ വന്നാൽ വീട്ടിലെ ഐശ്വര്യവും സമാധാനവും കുറഞ്ഞു പോകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മനസമാധാനക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. ചിലർ ഞങ്ങൾ പഴയ വാതിൽ ഉപയോഗിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാം. എന്നാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ശേഷം പിന്നീട് വാതിൽ മാറ്റി പുതിയതാക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റം വന്നതായി പറഞ്ഞവരെയും കാണാം. അതുകൊണ്ട് വീട് പണിയുമ്പോൾ എത്ര ചിലവായാലും പ്രധാന വാതില് പുതിയത് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് പഴയ പണപ്പെട്ടിയും അലമാരയും സംബന്ധിച്ച കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പഴയ രീതിയിലുള്ള പണപ്പെട്ടികൾ അധികമില്ലെങ്കിലും ചില വീടുകളിൽ ഇപ്പോഴും ഉണ്ടാകും. വർഷങ്ങളോളം ഉപയോഗിച്ച പണപ്പെട്ടിയോ അലമാരയോ മറ്റൊരാൾക്ക് ദാനമായി നൽകുന്നത് വിശ്വാസപരമായി നല്ലതല്ലെന്ന് പറയപ്പെടുന്നു. കാരണം പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കാലക്രമേണ ശൂന്യമായി കിടന്നിരുന്ന ഒരു പണപ്പെട്ടി പിന്നീട് മറ്റൊരാൾക്ക് നൽകുമ്പോൾ അതിൽ ഐശ്വര്യത്തെക്കാൾ ക്ഷയിച്ച ഊർജമാണ് ഉണ്ടാകുക എന്നതാണ്. അത് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ പണം നിലനിൽക്കാതിരിക്കുക, സമ്പാദ്യം നഷ്ടപ്പെടുക, കൈവശം വന്ന ധനം പെട്ടെന്ന് ചിലവായി പോകുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ പഴയ അലമാരകളും ഒരുപാട് ഓർമ്മകളും ഊർജങ്ങളും വഹിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ആ വീട്ടിലെ വസ്ത്രങ്ങൾ, പണം, രേഖകൾ, ആഭരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന സ്ഥലമായതിനാൽ ആ വീടിന്റെ സ്വാധീനവും അതിൽ അടങ്ങിയിരിക്കുമെന്ന് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഓഫീസ് ഫയലുകള്, പ്രധാന രേഖകള്, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ എന്നിവ പഴയ അലമാരയിൽ സൂക്ഷിക്കുമ്പോൾ ജോലിയിലെ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ ആകർഷകമായ രീതിയിലാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ അലമാരകള്, ഫർണിച്ചറുകൾ എന്നിവ കാണുമ്പോൾ തന്നെ വാങ്ങണമെന്ന് തോന്നും. പക്ഷേ വിശ്വാസപരമായും വാസ്തുപരമായും നോക്കുമ്പോൾ മറ്റൊരാളുടെ വീടുകളിൽ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര പുതിയ വസ്തുക്കൾ വാങ്ങാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് നാലാമതായിട്ട് പറയുന്നത് കൂർത്ത മുകൾ ഭാഗമുള്ള ക്രിസ്റ്റൽ രൂപങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് പലവിധ ക്രിസ്റ്റൽ അലങ്കാര വസ്തുക്കൾ കടകളിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് മുകൾ ഭാഗം കൂർത്ത രൂപത്തിൽ വരുന്ന ക്രിസ്റ്റൽ ഷോപ്പീസുകൾ പലർക്കും ഗിഫ്റ്റായിട്ടും ലഭിക്കും. കാണാൻ വളരെ ഭംഗിയുള്ളവയാണ് ഇവ. പക്ഷേ ഇത്തരത്തിലുള്ള കൂർത്ത ആകൃതിയിലുള്ള ക്രിസ്റ്റലുകൾ വീട്ടിൽ നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് മറ്റൊരാൾ സമ്മാനമായിട്ട് നൽകിയതാണെങ്കിൽ അത് വീട്ടിൽ സ്ഥിരമായി വയ്ക്കാതിരിക്കുക എന്നതാണ്. കാരണം അതിൻ്റെ ഊർജ സ്വഭാവം വീടിൻ്റെ സമാധാനത്തെയും മാനസികാവസ്ഥയെയും സ്വാധീനിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതുപോലുള്ള ഷോപ്പീസുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങി വീട്ടിൽ വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മറ്റൊരാൾ ഗിഫ്റ്റായിട്ട് തന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് മുറമാണ്. അന്നത്തിന്റെ പ്രതീകമായിട്ടാണ് മുറത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പഴയ മുറം കടം വാങ്ങുകയോ ദാനമായി വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. മുറം പറ്റിയാൽ അന്നം മുട്ടും എന്നൊരു പഴമൊഴി പോലും ഉണ്ടായിരുന്നു. അതായത് മറ്റൊരാളുടെ ഉപയോഗിച്ചിരുന്ന മുറം വീട്ടിൽ കൊണ്ടുവന്നാൽ കുടുംബത്തിലെ ഐശ്വര്യത്തിനും അന്നത്തിനും ക്ഷയം വരാമെന്ന വിശ്വാസം. പക്ഷെ പുതിയത് വാങ്ങി മകൾക്കോ ബന്ധുക്കൾക്കോ നൽകുന്നത് തെറ്റല്ല. പ്രശ്നം ഉപയോഗിച്ചിരുന്ന പഴയ മുറം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാലാണ്. ഇനി ആറാമതായിട്ട് പറയുന്നത് ചോർച്ചയുള്ള പാത്രങ്ങളെ കുറിച്ചാണ്.
ചില വീടുകളിൽ ഓട്ടയുള്ള പാത്രങ്ങൾ, ചോർച്ചയുള്ള കുടങ്ങൾ, പൊട്ടലുള്ള നിലവിളക്കുകൾ തുടങ്ങിയവ ഇതൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കുകയും ചെയ്യും. പക്ഷേ വിശ്വാസപ്രകാരം ചോർച്ചയുള്ള പാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ധനനഷ്ടത്തിനും വാസ്തുദോഷങ്ങൾക്കും കാരണമാകും. പണം കൈവശം നിൽക്കാതെ പോവുക, അനാവശ്യ ചെലവുകൾ കൂടുക, വീടുകളിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരിക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ചോർച്ചയുള്ള പഴയ നിലവിളക്കുകൾ മറ്റൊരിടത്തു നിന്ന് വാങ്ങി പുനരുപയോഗിക്കുന്നത് പോലും നല്ലതല്ലെന്ന് വിശ്വാസമുണ്ട്. നിലവിളക്ക് പൊട്ടുകയോ ചോരുകയോ ചെയ്താൽ അതിനെ പുനരുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ മാറ്റി പുതിയത് വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഏഴാമതായിട്ട് പറയുന്നത് ബോൺസായി ചെടികളെ കുറിച്ചാണ്. ഇന്ന് ബോൺസായി വലിയൊരു അലങ്കാര ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് അല്ലെ. വലിയ വൃക്ഷങ്ങളെ ചെറിയ പാത്രങ്ങളിൽ വളർത്തി ചെറുതാക്കി സൂക്ഷിക്കുന്ന കലാരൂപമാണ് ഇത്. കാണാൻ അതീവ മനോഹരവുമാണ്. പക്ഷെ വാസ്തുവിശ്വാസ പ്രകാരം ബോൺസായി വളർച്ച തടഞ്ഞ ഒരു ജീവന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്വാഭാവികമായി ആകാശത്തേക്ക് ഉയരേണ്ട വൃക്ഷത്തെ ചെറുതാക്കി നിയന്ത്രിച്ചു വയ്ക്കുന്നത് കൊണ്ട് അത് ജീവിതത്തിന്റെ വളർച്ചയെയും ഉയർച്ചയെയും പ്രതീകാത്മകമായി ബാധിക്കാമെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് വ്യാപാരം, ജോലി, സാമ്പത്തിക വളർച്ച എന്നിവയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ ബോൺസായി വയ്ക്കുന്നത് വളർച്ച തടസ്സപ്പെടാൻ കാരണമാകും എന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് മറ്റൊരാൾ ദാനമായിട്ടോ ഗിഫ്റ്റായിട്ടോ നൽകി നമ്മൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പതനമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റായിട്ടോ അലങ്കാരത്തിനായിട്ടോ ബോൺസായി വീട്ടിൽ വയ്ക്കുന്നതിന് മുൻപ് ഈ വിശ്വാസങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എട്ടാമതായിട്ട് പറയുന്നത് രോഗികൾക്കായിട്ട് വാങ്ങിച്ച വസ്തുക്കളെ കുറിച്ചാണ്. ഒരു വീട്ടില് ദീർഘകാലമായിട്ട് രോഗാവസ്ഥയിലുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിനായിട്ട് പ്രത്യേക ബെഡ്, വീൽ ചെയർ, കസേര, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ വാങ്ങാറുണ്ട്. പിന്നീട് ആ രോഗി സുഖം പ്രാപിക്കുകയോ ചിലപ്പോൾ മരണമടയുകയോ ചെയ്താൽ ഇത് ഇപ്പോഴും ഉപയോഗിക്കാൻ കൊള്ളാമല്ലോ എന്ന് കരുതി മറ്റൊരാൾക്ക് കൊടുക്കുകയോ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടു പോവുകയോ ചെയ്യാറുണ്ട്. പക്ഷെ വിശ്വാസപരമായിട്ട് നോക്കുമ്പോൾ ഒരു രോഗിയുടെ ദീർഘകാല വേദനയും മാനസികാവസ്ഥയും അനുഭവങ്ങളും ആ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ സാധാരണ ജീവിതത്തിലേക്ക് മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത്. അതേസമയം അതേ തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള മറ്റൊരു രോഗിക്ക് ആവശ്യമായാൽ സഹായമായി കൊടുക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് മെഡിക്കൽ ബെഡുകള്, രോഗി ഉയർത്തിയിരിക്കാൻ സഹായിക്കുന്ന കിടക്കകള്, വീൽ ചെയറുകൾ തുടങ്ങിയവ മറ്റൊരു രോഗിക്ക് ഉപകാരപ്പെടാം. പക്ഷേ ആരോഗ്യവാന്മാരായ ആളുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇത്തരം വസ്തുക്കൾ സ്ഥിരമായി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് വിശ്വാസപരമായി നല്ലതല്ലെന്ന് പറയപ്പെടുന്നു. കാരണം അത് വീട്ടിലെ മാനസിക ഊർജത്തെയും അന്തരീക്ഷത്തെയും സ്വാധീനിക്കാമെന്നാണ് ചിലരുടെ അനുഭവം. ഇനി ഒൻപതാമതായിട്ട് പറയുന്നത് കേടായ ക്ലോക്കുകളെ കുറിച്ചാണ്. വീട്ടില് പ്രവർത്തിക്കാത്ത ക്ലോക്കുകൾ, സമയം കാണിക്കാത്ത പഴയ മതിൽ ഘടികാരങ്ങൾ, നിർത്തിപ്പോയ വാച്ചുകൾ എന്നിവ അലങ്കാരത്തിനായിട്ട് പോലും സൂക്ഷിക്കരുത് എന്നാണ് പല വിശ്വാസങ്ങളിലും പറയുന്നത്. ഇന്നത്തെ കാലത്ത് വിന്റേജ് എന്ന പേരിൽ പഴയകാല ക്ലോക്കുകൾ വീട്ടിൽ അലങ്കാരമായിട്ട് വയ്ക്കുന്നവർ ഏറെയുണ്ട്. ചിലപ്പോൾ പഴയ കടകളിൽ നിന്നോ ആന്റിക് ഷോപ്പുകളിൽ നിന്നോ വാങ്ങി വീട്ടിൽ സ്ഥാപിക്കാറുമുണ്ട്. പക്ഷേ സമയം നിശ്ചലമായി നിൽക്കുന്ന ഒരു ക്ലോക്ക് ജീവിതത്തിലെ പുരോഗതി തടസ്സപ്പെടുന്നതിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കേടായ ഘടികാരങ്ങൾ വീട്ടിൽ വച്ചതിന് ശേഷം കാര്യങ്ങൾ തടസ്സപ്പെടുന്നു, തീരുമാനങ്ങൾ വൈകുന്നു, മനസമാധാനം കുറയുന്നു എന്നിങ്ങനെ പലരും അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ എല്ലാം പ്രവർത്തനക്ഷമമായിരിക്കണം. കേടായവ ഉടൻ നന്നാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ വിശ്വാസപരമായിട്ടും വാസ്തുപരമായിട്ടും ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് സ്വാധീനങ്ങൾ ഉണ്ടാക്കാമെന്ന് പലരും കരുതുന്നുണ്ട്. എല്ലാവർക്കും ഇതിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ചിലർ യുക്തിപരമായി ചിന്തിച്ച് ഇത് അംഗീകരിക്കാതെയും ഇരിക്കാം. അത് അവരുടെ നിലപാടാണ്. ഇനി പത്താമതായിട്ട് പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കർപ്പൂരമാണ്. ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ കാണിക്കാൻ എടുക്കുന്ന ആ ഒരു കർപ്പൂരം നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ദാനമായിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ വാങ്ങാനായിട്ട് പാടില്ല. അത് നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കർപ്പൂരമായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ഒരു ഗുണമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക്
ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് ദാനമായിട്ട് നൽകിയോ കർപ്പൂരമോ നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ കാണിക്കാനായിട്ട്, ദൈവത്തിന് മുന്നിലായിട്ട് തെളിയിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും വസ്തുക്കളാണ് നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ദാനമായിട്ട് വാങ്ങിക്കാൻ പാടില്ലാത്തത്. ജീവിതത്തിൽ തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റി നോക്കുന്നത് ഒരു പരീക്ഷണമായിട്ട് പോലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. മാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.